അങ്ങനെ ഒരു സംഭവം ഒരു ചാനൽ ഒരു ചേച്ചി ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഫേസ് ഉപയോഗിച്ചാലേ എന്താണ് മോണിറ്റൈസേഷൻ ആവുള്ളൂ, അല്ലാത്തവരത് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടു. പക്ഷേ ഞാൻ അവർക്ക് മെസ്സേജ് ചെയ്തപ്പം എനിക്ക് കിട്ടിയ റിപ്ലൈ എന്താ, ഹലോ ദിസ് ഈസ് പ്രസിജ പിള്ളൈ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ എന്താ മക്കളെ, സുഖമല്ലേ? യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് ഇപ്പോൾ നല്ലൊരു സമയമല്ല എന്നായിരിക്കും കുറേ ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാവുക. ഈ യൂട്യൂബേഴ്സിന് മുട്ടൻ പണി കിട്ടുന്നു, മുട്ടൻ പണി കിട്ടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടാവും ഒരുപാട് വീഡിയോസ് ആളുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം പൊതുവേ ഞാൻ പറയാം, നിങ്ങൾ വലിയ രീതിയിൽ ടെൻഷൻ അടിക്കണ്ട. കാരണം നാളെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം വെറുതെ നമ്മൾ എന്തായാലും സംഭവിക്കാനുള്ള കാര്യങ്ങൾ സംഭവിക്കും. വെറുതെ അതിന് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ടെൻഷൻ ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് യൂട്യൂബേഴ്സിനുള്ള വീഡിയോ ആണ്. പുതിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് യൂട്യൂബേഴ്സിനുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് കാലമായിട്ട് തുടങ്ങിയ ആളുകളോടൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനിതിൽ ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അത് കുറച്ച് ടിപ്സും കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ആദ്യമേ തന്നെ പറയാണ്, ആരും നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും പറയല്ല. ഇതൊരു മെയിൻ ഇൻകം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ സൈഡിൽ നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും ഒരു ഇത് ചെയ്യുമ്പോൾ ഒരു ഇൻകം ഉണ്ടായിരിക്കണം കേട്ടോ. അതായത് ഇവർ പോളിസീസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് വരുമല്ലോ, അവരൊരു പോളിസി എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കും. അപ്പം ഇത് എന്താണ്, ഞാൻ ആരെയും നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, ഇതൊരു നഗ്ന സത്യം തന്നെയാണ്. കാരണം നമുക്ക് വേറൊരു എന്തെങ്കിലും ഒരു സോഴ്സ് വേണം ഇൻകത്തിൻ്റെ കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞെന്നുള്ളൂ. പിന്നെ എന്താണ്, ഇപ്പം വന്ന പോളിസി പ്രകാരം യൂട്യൂബ് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറിജിനൽ ആയിട്ടുള്ള കണ്ടന്റ്, അതായത് അവർ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അതായത് ഒറിജിനൽ ആയിട്ട് മറ്റുള്ളവരെ കണ്ടന്റ് ഒന്നും എടുത്ത് ചെയ്യാണ്ട് ഒറിജിനൽ ആയിട്ട് ചെയ്യുന്ന കണ്ടന്റിനാണ് ഇപ്പോൾ അവർ എന്താണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ചാനലുകളാണ് മോണിറ്റൈസേഷൻ ആവുന്നത് എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞു വരുന്നത്. പക്ഷേ ചില വീഡിയോസ്, ഈ റിയാക്ഷൻ വീഡിയോനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർ പല ചാനലുകളിൽ നിന്നും പലരുടെയും വീഡിയോസൊക്കെ എടുത്തിട്ട്, എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ്, യൂട്യൂബ് അതിന് ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവം തന്നെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് വെറുതെ വല്ലവനും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഇടുന്ന വീഡിയോസ് അതുപോലെ തന്നെ എടുത്ത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ അടിയിൽ വന്നിട്ട് വല്ല കാറിലോ അല്ലെങ്കിൽ എന്താ പറയുക, വെറുതെ ഇങ്ങനെ അതിൻ്റെ അടിയിൽ വന്നിരുന്നിട്ട് അങ്ങനെയൊക്കെ ഞാൻ കണ്ടു. വെറുതെ നോക്കൂ സുഹൃത്തുക്കളെ, കണ്ടോ എന്താണ് ഒരച്ഛൻ മകൾക്ക് കൊടുത്ത സമ്മാനം കണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് ഇമോഷണൽ ആയിട്ടുള്ള വീഡിയോസ്, അല്ലാണ്ടതുള്ള വീഡിയോസൊക്കെ അതിന് ഭയങ്കര രീതിയിലുള്ള വ്യൂസ് പോകുന്നുണ്ട്. നമ്മളൊരു സാധനം, എന്നെ സംബന്ധിച്ച് ഞാനൊരു സ്ക്രിപ്റ്റൊക്കെ എഴുതി എന്താണ് കോമഡി വീഡിയോസൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ വ്യൂസും അവർ വെറുതെ അവിടെ ചെയ്യുന്ന വ്യൂസും തമ്മിൽ നിങ്ങളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മളില്ലേ ഒരു വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് അത് ഇട്ടിട്ടാണ് ഇവരെ ഈ ഇതും കൂടി കാണുമ്പോഴുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയ സമയങ്ങളുണ്ട്. കാരണം അപ്പോൾ യൂട്യൂബ് ഇതിനൊരു സ്ട്രിക്റ്റ് ഒരു ഇത് ഏർപ്പെടുത്തണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. അപ്പം ഇവരെ പുതിയ പോളിസി സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ തന്നെയാണ് അവർ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അതിനൊരു ഹ്യൂമൻ ടച്ച് വേണം എന്നാണ് പറയുന്നത്. നമ്മളതായിരിക്കണം, ആ വീഡിയോ നമ്മളതാണ് എന്നുള്ള ഒരു ഇത് വേണം, നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോയിൽ നമ്മളൊരു ടച്ച് വേണം എന്നാണ് പറയുന്നത്. അപ്പം ചിലവർക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടാവും. ഒരുപാട് ആളുകൾ ഫേസ് കാണിക്കാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോസ്. അപ്പം ചിലപ്പോൾ കുക്കിംഗ് വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് ആയിരിക്കാം. അപ്പം ചില ആളുകൾ എന്താണ് ഫേസ് കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഞാനിവരെ ഹെൽപ്പ് സെൻറ്ററിലൊന്ന് മെസ്സേജ് ചെയ്തു, എങ്ങനെയാണ് ഈ വീഡിയോ ഫേസ് കാണിക്കണോ എന്നുള്ളത്. അപ്പം അവർ റിപ്ലൈ എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫേസ് കാണിക്കാണ്ട് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേസ് കാണിക്കാണ്ട് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അതിൽ കോപ്പി റൈറ്റഡ് മ്യൂസിക്സ് ഒന്നും ആഡ് ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് മുൻപ് ചാനലിൽ കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ, മ്യൂസിക്കിന് വന്നിട്ടുണ്ട്, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നിട്ടുണ്ട്, പിന്നെ എന്താണ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട്. അപ്പം ഞാനതൊക്കെ എങ്ങനെ ഏത് രീതിയിലാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് ഇത് ഈ മോണിറ്റൈസേഷൻ്റെ ആണ്. അപ്പം എന്താണ് ആളുകൾ ഇവരൊരു ഇത് സംബന്ധിച്ച് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവർ ആ വീഡിയോ എടുത്ത് ചെയ്യുന്നതുകൊണ്ടും അവർ എന്താണ് ഈ സെബാനെ പോലെയൊക്കെ ചെയ്യില്ലേ, സെബാൻ അതിൽ എന്താണ് ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിലാണ് അവനത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ പറയും, നമ്മളൊരു ഞാനും അവരെ ഇതിനൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ മറ്റവരത് എന്താ പറയുക, ചില ഒരുത്തുണ്ടല്ലോ വീഡിയോ ചെയ്യുന്ന ഉള്ള പട്ടീൻ്റെയും പൂച്ചേൻ്റെയും ഒക്കെ വീഡിയോ എടുത്തുന്നിട്ട് അത് അതിൻ്റെ ക്യൂട്ട്നെസ് വാരി വിതറുന്ന ഒരുത്തൻ ഉണ്ട്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ നല്ല സ്കില്ലുള്ള ആളുകളെ സംബന്ധിച്ച് അവരൊരു
ബുദ്ധിമുട്ടി ഒരു വീഡിയോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ എന്താണ് നിരാശ ഉള്ളൊരു സംഭവമാണിത്. അപ്പം യൂട്യൂബ് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നാണ് പുതിയ പോളിസി പ്രകാരം ഉള്ളത്. കാരണം ഒരു ഹ്യൂമൻ ഇത് വേണം അതിൽ. അതായത് നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുള്ള വീഡിയോ ആണെന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടണം. അങ്ങനെയാണ് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത് കേട്ടോ. പിന്നെ ചിലവർ പറയുന്നുണ്ട് AI വീഡിയോസ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ അടുത്ത് ഞാൻ ഏതോ ചാനൽ കണ്ട് ഇനി AI ഇല്ലാണ്ട് എന്താണ് യൂട്യൂബേഴ്സിന് ജീവിക്കാൻ കഴിയില്ല, ഇനി AI വീഡിയോസ് ഒക്കെയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ കണ്ട്. അപ്പോഴാണ് യൂട്യൂബ് ഇങ്ങനെ ഒരു സംഭവം കൂടി പറയുന്നത്. അതായത് ഇങ്ങനത്തെ ഒരു എന്താണ് സ്കില്ലായിട്ടുള്ള ആളുകളെ അവരെ ഇമ്പ്രൂവ് ചെയ്യിക്കാനുള്ളൊരു ഇതാണെന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ അവർ AI വീഡിയോ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതും ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനത് ആദ്യമേ തന്നെ പറഞ്ഞത് ഇതൊരു മെയിൻ ഇതായിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇൻകം വേറെ ഒരു എന്താണ് ഇതൊരു ഇൻകം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെയിൻ സോഴ്സായിട്ട് നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലൂടെ തന്നെ ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. നല്ല സ്കില്ല് ചെയ്തിട്ട് എന്താണ് അവരവരെ കഴിവ് ഉപയോഗിച്ച് നല്ല സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഒരുപാട് എന്താണ് വീഡിയോസ് ചെയ്ത ആളുകൾ ഞാൻ പറഞ്ഞുതരാം. ഈ അരുൺ ജെ എന്നാണ് അവരുടെ പേരെന്ന് തോന്നുന്നുണ്ട്. അരുൺ ജെ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബർ ഉണ്ടല്ലോ. അവർ നല്ല രീതിയിൽ നമുക്ക് ഒരു വീഡിയോ എടുക്കുന്ന ആളുകൾക്ക്, കണ്ടന്റ് എഴുതി ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ എഫേർട്ട് എടുത്ത ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു പറഞ്ഞു. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് സ്ട്രൈക്കൊക്കെ വന്നെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അത് എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ മുൻപ് ഇതേപോലെ ഏതൊരു സോങ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്തപ്പോഴാണ് എനിക്ക് എന്ത് വന്നത്, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അത് നമ്മളെ ചാനലിൽ ഇങ്ങനെ കാണിക്കും. അങ്ങനെ മുൻപ് ഏതൊക്കെയോ വീഡിയോസ് സോങ്ങിന് കോപ്പിറൈറ്റ് വന്നതാണ്. അതുപോലെ തന്നെ എനിക്കൊരു വീഡിയോയ്ക്കും കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്. അതായത് ഞാൻ ഒരു സ്പോർട്സ് ചാനലിലുള്ള ഒരു യൂട്യൂബിലുള്ള സ്പോർട്സ് ചാനലിലുള്ള ഒരു വീഡിയോ എടുത്തിട്ട്, അതായത് എനിക്ക് പൂനെ റാവത്ത് എന്ന് പറഞ്ഞൊരു ക്രിക്കറ്ററെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരെ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തു. അങ്ങനെ എനിക്കത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു. അവർ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നു. അത് ഓട്ടോമാറ്റിക്കലി അപ്പോൾ തന്നെ റിമൂവ് ആയിട്ടുണ്ട്. പക്ഷേ ആ സ്ട്രൈക്ക് അവിടെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഇതിൽ കുറച്ച് എന്താണ് നമ്മൾ ഇതിൻ്റെ ട്രെയിനിങ് സ്കൂൾ അറ്റൻഡ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ചോദിക്കും. അങ്ങനെയൊക്കെ ഞാനത് സോൾവ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വന്നത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസാണ്. അതായത് എനിക്ക് 2 വീഡിയോയ്ക്കും ഇതേപോലെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എൻ്റെ കൂടെ ഒരു ചെറിയ മോനുണ്ട്. അപ്പം അവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനർ ആയതുകൊണ്ട് അവരെ ഹാം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റിൽ അവൻ്റെ കയ്യിൽ ഞാൻ ചെറിയൊരു കത്രിക കൊടുത്തു, കുഞ്ഞൊരു കത്രിക. ആ സ്ക്രിപ്റ്റിൽ എൻഡിൽ അത് അവന് വരുന്ന രീതിയിലൊരു ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുത്തതാണ്. അപ്പോൾ അവർ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് തന്നു. എനിക്ക് കുറച്ച് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ദീപാവലീൻ്റെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ ഗുണ്ടൊന്നല്ല, അത് ചെറിയൊരു പേപ്പറൊക്കെ ചുരുട്ടി വെച്ചിട്ട് ഇങ്ങനെ ഒരു കോമഡി വീഡിയോ ആക്കിയതാണ്. പൊട്ടിക്കുന്ന രീതിയിൽ അവനും അത് തീ കൊളുത്തുന്നുണ്ട്, ഞാനും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ കുട്ടിയല്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ എനിക്ക് ചൈൽഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള വയലൻസാണ്. അങ്ങനെ 2 പ്രാവശ്യം എനിക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഇത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് ഞാൻ അതും അങ്ങനെയും കുറച്ച് ദിവസങ്ങൾ എനിക്ക് ഇതുപോലെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇനി ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് ചെയ്യേണ്ട ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കറക്റ്റ് ഒരു കണ്ടന്റ് എടുക്കുക. അതിനനുസരിച്ച് നിങ്ങളെ ഓൺ വീഡിയോ ചെയ്യുക, നിങ്ങളെ ഓൺ വോയിസ് കൊടുക്കുക. അതായത് വേറൊരു സ്ഥലത്തു നിന്നൊന്നും അടിച്ചു മാറ്റിയിട്ടോ അങ്ങനത്തെ യാതൊരു പരിപാടിക്കും നിങ്ങൾ നിൽക്കണ്ട. നിങ്ങളെ ഓൺ കണ്ടന്റ് വെച്ചിട്ട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഈ മ്യൂസിക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തുനിന്ന് ഇപ്പോൾ നമ്മളൊരു മ്യൂസിക് എടുത്ത് ഇതിൽ എഡിറ്റ് ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കോപ്പിറൈറ്റ് വരും, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ മാക്സിമം, പിന്നെ ഇതിലൊരു ആഡ് സൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ യൂട്യൂബ് തന്നെ തരുന്നുണ്ട്. അപ്പം അങ്ങനെ എടുക്കാം. പക്ഷേ എടുത്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഒന്നും വരാൻ സാധ്യതയില്ല. എനിക്ക് മുന്നേ യൂസ് ചെയ്തതിന് കോപ്പിറൈറ്റ് വന്നിട്ടില്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എത്ര ശതമാനം അവർക്ക് ഈ മ്യൂസിക്കിൻ്റെ ഓണേഴ്സിന് കൊടുക്കേണ്ടി വരും. ആ മ്യൂസിക് ആർക്കാന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷെ ചില ആളുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സോങ്സ് എടുത്തിട്ട് ആഡ് സൗണ്ടിൽ എടുത്തിട്ട് ചെയ്യും. അപ്പോൾ കോപ്പിറൈറ്റ് ഒന്നും വരില്ല. ഞാനങ്ങനെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം എനിക്ക് എന്താ വെച്ചാൽ ഇതിലൊരു റിസ്ക് വെറുതെ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞു. അപ്പം സോങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും സോങ് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ തന്നെ ലൈബ്രറിയിലുണ്ട്. എല്ലാ ഇതും കൂടി ഇപ്പോൾ ഒരു വീഡിയോയിൽ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. ലൈബ്രറിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവരെ തന്നെ ഓൺ സോങ് വേണമെങ്കിൽ എടുക്കാം. അപ്പം അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ചൈൽഡ് റിലേറ്റ് ചെയ്തത്, അതായത്
കുട്ടികൾ മൈനർ ആയിട്ടുള്ള കുട്ടികളത് മൈനർ ആയിട്ടുള്ള ഇത് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങളങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം അവരെ കയ്യിൽ ഞാൻ കത്തി അങ്ങനത്തെ സംഭവം അവരെ എന്താണ് ഇതാക്കുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങളും നിങ്ങൾ മാക്സിമം ചെയ്യാണ്ടിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഓൺ കണ്ടന്റ്, ഓൺ വോയിസ്, പിന്നെ വീഡിയോ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റണം. അതായത് നിങ്ങളിപ്പോൾ ഒന്നൊരു വീഡിയോ ഇട്ടു, പിന്നെ ഒരു 10-15 ദിവസം കഴിഞ്ഞ് ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല, വീഡിയോ ഇടുന്നുണ്ട്, പക്ഷേ എനിക്ക് വീഡിയോസൊക്കെ 5 മാസം കൂടുമ്പോഴൊക്കെ ഇടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ഇട്ടിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല. അപ്പം എന്താണ് ഡെയിലി നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അതും കൃത്യസമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ഇനിയിപ്പം ഒരു 10 ദിവസത്തേക്കുള്ള വീഡിയോ ആദ്യം തന്നെ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നതായിരിക്കും, ആദ്യം തന്നെ എടുത്ത് വെക്കുന്നതായിരിക്കും നന്നായിരിക്കുക. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ട്ടോ. അതായത് ഇനി നാളെ എന്തായാലും ആവട്ടെ, ജൂലൈ 15ന് ശേഷമാണല്ലോ അത് വരുന്നത്. അതിന് മുൻപുള്ള ആളുകളെയൊക്കെ ഇത് ബാധിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ട്, എന്തായാലും നമുക്ക് വരട്ടെ എന്തായാലും, എന്നിട്ട് നോക്കാം എങ്ങനെയാണ് അവരെ പോളിസീസ്. പക്ഷേ ഈ പോളിസിയൊക്കെ മുൻപും അവർക്ക് ഉണ്ടായിരുന്ന പോളിസി തന്നെയാണ്. അവരൊന്നും കൂടി അതിൽ ഒരു അപ്ഡേറ്റഡ് ആയി എന്നുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം ഞാനിപ്പം എന്താണ് ചാനൽ തുടങ്ങിയിട്ടുള്ളതും എങ്ങനെയാണെന്നുള്ളതൊക്കെ എന്നെക്കൊണ്ട് പറ്റാവുന്ന ടിപ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇത് അവിടുന്നും ഇവിടുന്നും ഒന്നും എടുത്തിട്ട് പറയുന്നതല്ല, ഒരു എക്സ്പീരിയൻസ് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നതെന്നുള്ളൂ കേട്ടോ. അപ്പം എനിക്ക് അറിയാവുന്ന ടിപ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ നമ്മളെ ചാനലൊന്ന് ഞാൻ പൊതുവേ ചെയ്യുന്നത് ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്യുന്നത്. അപ്പം എന്താണ് ഇൻഫോർമേഷൻ ഒന്നും ആളുകൾക്ക് വേണ്ടാന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു വ്യൂസൊക്കെ കണ്ടിട്ട് ആവശ്യമുള്ള ആളുകളും ഉണ്ടാവും കേട്ടോ, കാണുന്നവരും ഉണ്ടാവും. അപ്പം എന്താണ് ഇതൊക്കെയാണ് എനിക്ക് ഒരു ചാനൽ പുതിയതായിട്ട് തുടങ്ങുന്ന ആളുകളോട് പറയാനുള്ളത്. അപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് റിലേറ്റ് ചെയ്തിട്ട്, ഒരു യൂട്യൂബിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഒക്കെ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരിക. അപ്പം ഇനിയും ഒരുപാട് ടിപ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് തരുന്നതാണ്. എനിവേ താങ്ക് യു സോ മച്ച്. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ ഒരു കാര്യം പറയാം, നമ്മൾ ഇനി 5000 ആവാൻ പോവുകയാണ് കേട്ടോ. 5000ത്തിലേക്കുള്ള ഒരു യാത്രയിലാണ്. അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.